ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പുതിയ വാർത്തയാണ്. ചൈനയിൽ വീണ്ടും വൈറസ് ആക്രമണം. ഒത്തിരി പേര് മരുന്നില്ലാതെ ആശുപത്രികളിലാണ്. ഇത് ലോകം മുഴുവൻ പടരും. ഇങ്ങനെ ഭീതി പടർത്തുന്ന വാർത്തകളും എല്ലാം ഈ പുതിയ വർഷം കേൾക്കും. ജാതിയോട് എതിർക്കുന്നതും വംശത്തോട് എതിർക്കുന്നതും എല്ലാം ഉണ്ടാകുമെന്ന്, ക്ഷാമവും ഭൂകമ്പവും എല്ലാം അവിടെ ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞതെല്ലാം നിറവേറും. എന്നാൽ ഇതൊന്നും അവസാനമല്ല. അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ അവസാനവുമല്ല, നിന്റെ അവസാനവുമല്ല. നീ കർത്താവിൻ്റെ പൈതലാണ്. നിങ്ങൾ ആരെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ വേല തികയ്ക്കാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഞാൻ DGS ദിനകരൻ്റെ ഒരു സാക്ഷ്യം കേട്ടു. അദ്ദേഹം 1990 ഒരു ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഭാര്യ ആരും ആ മുറിയിലോട്ട് കയറില്ല. താൻ വായിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. താൻ ബെഡിൽ നിന്ന് താഴെ വീണു. പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ആരും അങ്ങ് ചെന്നില്ല. എന്നാൽ ഭാര്യ ഒന്ന് എത്തി നോക്കിയപ്പോഴേക്കും 1.5 മണിക്കൂർ കഴിഞ്ഞു താൻ മരിച്ചിട്ട്. തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? അദ്ദേഹം പോയിട്ട് 1.5 മണിക്കൂറായല്ലോ, ശരീരമെല്ലാം തണുത്തല്ലോ. ഭാര്യ കരഞ്ഞു. എന്നാൽ അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സിൻ്റെ പാസ്റ്ററെ വിളിച്ചു, ചർച്ചിലെ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ദിനകരൻ്റെ ബോഡി ഇവിടെ കിടക്കുകയാണ്, മരിച്ചാണ് കൊണ്ടുവന്നത്. ആ പാസ്റ്റർ പറഞ്ഞു, ഇല്ല, ദിനകരൻ മരിക്കാൻ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നാൽ ഈ രാജ്യത്തിന് വിടുതലാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദിനകരൻ്റെ ജീവനെ തിരിച്ചു കൊണ്ടുവരും. ഉറച്ചു നിലവിളിച്ചു. ദിനകരൻ്റെ വാക്ക് എങ്ങനെയാണ്? ഖദറി ജപിച്ചു. ഖദറി, ഉറച്ച നിലവിളിയും കണ്ണുനീരോടുകൂടി ആ പാസ്റ്റർ. ദിനകരൻ്റെ മിനിസ്ട്രിയായിട്ട് ഒരു ബന്ധവുമില്ല. ദിനകരന് അദ്ദേഹത്തെ അറിയാനും പാടില്ല, അവർ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ അവിടെ ഇവിടെയൊക്കെ കുറേ പേര് ദൈവം എഴുന്നേൽപ്പിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുണ്ടാകും, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രോഗ്രാമാണോ, അതിനു വേണ്ടിയുള്ള ആൾക്കാരെ ദൈവം അവിടെ ഇവിടെയൊക്കെ ഒരുക്കും. അങ്ങനെ ദിനകരൻ 1 മണിക്കൂറിനുള്ളിൽ എഴുന്നേറ്റ് വന്നു. വീണ്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. വീണ്ടും വർഷങ്ങൾ താൻ ജീവിച്ചിരുന്ന ചരിത്രം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ കേട്ടു. അതെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി എന്താണോ അത് പൂർത്തിയാകാതെ നമുക്ക് ഒരു ദിവസം മുമ്പ്, ഒരു മിനിറ്റ് മുമ്പ് ഇവിടുന്ന് പോകാൻ കഴിയില്ല. നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാക്കാതെ നമുക്ക് ഇവിടുന്ന് പുറപ്പെടാൻ കഴിയില്ല. അതിനിടയിൽ വരുന്ന എല്ലാ പ്രതികൂലത്തെയും നമുക്ക് അതിജീവിക്കാൻ ശക്തി ദൈവം തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാരെ ഒരുക്കും. പത്രോസ് ജയിലിൽ കിടക്കുകയല്ലേ? ജയിലിൽ കിടക്കുന്ന പത്രോസ് വാഗ്ദത്തമുള്ളവനാണ്. അവനുവേണ്ടി പ്രാർത്ഥിക്കാൻ സഭയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 12 4, 5 വായിക്കുമ്പോൾ അതാണ് കാണുന്നത്. ഒരു ദൂതൻ അവിടെ ഇറങ്ങി വന്നു. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന, അവിടെ ഫലമുണ്ടായി. അങ്ങനെ മരിച്ചു പോകേണ്ട, അടുത്ത ദിവസം ഹെരോദ രാജാവ് വാളുകൊണ്ട് വെട്ടിക്കൊല്ലേണ്ട പത്രോസ് നീണ്ട വർഷങ്ങൾ വീണ്ടും ജീവിച്ചിരുന്ന് ദൈവരാജ്യത്തിൽ ഫലം കായ്ച്ചു. ഇതുപോലെ ദൈവം പ്രാർത്ഥിക്കുന്നവരെ എഴുന്നേൽപ്പിക്കും, അതിനെ പറ്റിയ ക്രമീകരണങ്ങളെ തരും. ഇതെല്ലാം ദൈവം ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സഭ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സഭയിൽ ഉറച്ചു നിൽക്കണം. ചിലരുണ്ട് എല്ലാ സഭയിലും ഇങ്ങനെ മാറിപ്പോവും. എല്ലാ വലിയ ദൈവദാസന്മാരുടെ ഫോൺ നമ്പറും ഉണ്ടാകും, ഒരു സഭയിലെ മെമ്പറല്ല. നിങ്ങൾക്ക് അങ്ങനെ പോകുന്നവർക്ക് നിങ്ങളെ ആരും വിശ്വസിക്കില്ല. നിങ്ങൾക്ക് ഒരു സഭ വേണം, നിങ്ങളുടെ പുറകിൽ പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം വേണം. അതിനായി നിങ്ങൾ ഒരുങ്ങണം. നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി വേണം. എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കരുത്. ഏതെങ്കിലും ഒരു സഭയിൽ ഉറച്ചു നിൽക്കണം. അത് പരിശുദ്ധാത്മ നിറവുള്ളതും അപ്പോസ്തോലിക ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്നതും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ചർച്ച ആയിരിക്കണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നതിൽ അഭിപ്രായമില്ല. നല്ല ദൈവിക ഉപദേശത്തിലും ആത്മനിറവിലും അപ്പോസ്തോലിക ഉപദേശത്തിലും പോകുന്നൊരു സഭയിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജനങ്ങളുണ്ടാകും. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ഒരു പ്രയർ ഗ്രൂപ്പ് തന്നെയുണ്ട്.
ഒരാൾക്കൊരു വിഷയം വന്ന ഉടനെ ആ ഗ്രൂപ്പിനകത്ത് പ്രെയർ ആരംഭിക്കും. വാട്സാപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ തന്നെ വ്യക്തിപരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന അവരുടെ കാര്യത്തിൽ ഒരു ഭാരത്തോടെ അവർ പ്രാർത്ഥിക്കും. ഇതുപോലെ പ്രാർത്ഥിക്കുന്നൊരു കൂട്ടം നിങ്ങളുടെ പുറകിൽ ദൈവം ഒരുക്കട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Draw me close to you, never let me go. I lay it all down again to hear you say that I'm your friend. You are my desire, no one else will do, 'cause nothing else could take your place. To feel the warmth of your embrace, help me find a way, bring me back to you. You're all I want. You're all I've ever needed. You're all I want. Help me know you are near. You're all I want. You're all I've ever needed. You're all I want. Help me know you are near. Draw me close. Draw me close to you. Never let me go. I lay it all down again to hear you say that I'm your friend. Yes. You are my desire, no one else will do, 'cause nothing else could take your place. To feel the warmth of your embrace, help me find a way, bring me back to you. You're all I want. You're all I've ever needed. You're all I want.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പിതാവിനെയും പുത്രനെയും നന്നായിട്ട് അനുഭവിച്ച് അറിയണം. വെറുതെ അറിഞ്ഞാൽ പോരാ, അനുഭവിച്ചറിയണം. പിശാച് പറഞ്ഞതുപോലെയല്ല, എനിക്ക് യേശുവിനെ അറിയാം, പൗലൂസിനെ പരിചയമുണ്ട്, ആ പരിചയം പോരാ, അനുഭവിച്ചറിയണം. കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയണം, കർത്താവിലാണെന്ന് മനസ്സിലാക്കണം. ഞാൻ കർത്താവിലും കർത്താവ് എന്നിലാണെന്ന് അറിയണം. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. നിങ്ങൾ എന്തപേക്ഷിച്ചാലും പിതാവ് തരും. ആ കർത്താവിലുള്ള വാസം, അത് വീണ്ടും ജനിച്ച ദൈവവൈതങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് നിത്യജീവൻ. നിത്യജീവനുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇന്ന് പല സഭകളിലും ഒത്തിരി പേര് സഭയിലുണ്ടെങ്കിലും നിത്യജീവൻ പ്രാപിച്ചവരുടെ എണ്ണം കുറവാണ്. നിത്യജീവനുള്ളവരെ എങ്ങനെ അറിയാം? അവർക്ക് ഒരു ദൈവസ്നേഹം ഉണ്ടാകും, അവർക്ക് ഒരു വലിയ ആരാധനയുണ്ടാകും, അവർ കർത്താവിനെ ഹൃദയം തുറന്ന് ആരാധിക്കും. പല ആരാധനകളിലും കയ്യും കെട്ടി ഒരു ഫോൺ വന്നാൽ ഫോണും എടുത്ത് വെളിയിലോട്ട് പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഒരൊറ്റ വാക്യം പറയാം, നിത്യജീവൻ്റെ യാതൊരു അനുഭവം ആ വ്യക്തിക്കില്ല. ആ വ്യക്തി വീണ്ടും ജനിച്ച വ്യക്തിയല്ല. കാരണം കർത്താവിനെ സ്നേഹിക്കുന്നില്ല, കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കർത്താവുമായിട്ട് ബന്ധമുള്ള വ്യക്തി സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കില്ല. മീറ്റിങ്ങിൽ വന്നാൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ദൈവത്തെ ആരാധിക്കും. കേൾക്കുന്ന വചനങ്ങളിൽ അവരത് വിശ്വസിക്കും, ആമേൻ പറയും. അധികം ശ്രദ്ധയോടെ അവരതിനെ ഏറ്റെടുക്കും. അവർക്കത് വിശ്വാസമായി പരിണമിക്കും. അവർ കൃപകളും വരങ്ങളും പ്രാപിക്കും. ആ സഭയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട തൂണുകളായി മാറും. ഒരു സഭയിൽ വന്നാൽ ഒരു വർഷത്തിൽ കൂടുതൽ വെറുതെ ഇരിക്കരുത്. ആ സഭയുടെ ഒരു ശുശ്രൂഷ, ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളതിൻ്റെ ഭാഗമാകണം. സൗത്ത് അമേരിക്കയിൽ സെയ്സർ കാസ്റ്റിയാനോസ് എന്ന ദൈവദാസൻ്റെ സഭയിൽ ഒരാൾ പുതുതായിട്ട് വന്നാൽ ആ വ്യക്തി 9 മാസം കൊണ്ട് 9 കൃപാവരങ്ങളും കൈകാര്യം ചെയ്യും. എല്ലാ കൃപാവരങ്ങളും. എന്താ കാരണം? ആ സഭയിൽ അവർ ഇൻവോൾവ് ആകും. അവർ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ആ സഭയുടെ ഏതെങ്കിലും ഒരു ഭാഗമാകും. ഇതുപോലെ നിങ്ങളുടെ എല്ലാ കൃപകളും വരങ്ങളും ജ്വലിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. ചെറിയ സഭയല്ല ആ സഭ. അന്ന് ഞാൻ ഒരു 15 വർഷം മുമ്പ് ആ സഭയെ അവിടെ പോയി സൗത്ത് അമേരിക്കയിലെ കൊളംബിയയിൽ വെച്ച് കാണുമ്പോൾ, ബൊഗോട്ട എന്ന സ്ഥലത്താണ് ആ സഭയിൽ അന്ന് 6.5 ലക്ഷം പേരുണ്ട്. ഇന്നിപ്പോൾ ഒരു 10-15 ലക്ഷം കാണാം. അതുപോലെ നിത്യജീവൻ പ്രാപിച്ചവർക്ക് വളർച്ചയുണ്ട്. നിത്യജീവൻ പ്രാപിച്ചവർ ദൈവത്തെ ആരാധിക്കും. നിത്യജീവൻ പ്രാപിച്ചവർക്ക് ദൈവസ്നേഹം ആഴമായിരിക്കും. എഫെസോസ് സഭയോട് പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി. അതായത് ആ നിത്യജീവൻ്റെ അനുഭവം സ്നേഹത്തിലാണ് ആരംഭിക്കുന്നത്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ഈ കൂട്ടായ്മകളെല്ലാം മുടങ്ങാതെ എല്ലാ പ്രാർത്ഥനയ്ക്കും തീഷ്ണതയോടെ വരികയും ദൈവരാജ്യത്തിനൊരു ഭാഗമായി തീരുകയും ചെയ്യുന്നതെല്ലാം ഒരു തീവ്രതയാണ്, ഒരു തീഷ്ണതയാണ്. ആ തീഷ്ണത ഒട്ടും നമ്മളെ വിട്ട് മാറരുത്. സഭയിൽ അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരങ്ങനെയാണ്, ഒത്തിരി വർഷമായിട്ട് നിൽക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ. നമ്മൾ അവരെ കണ്ടിട്ട് വന്നവരോ അവർ മുഖാന്തരം സ്വർഗത്തിൽ പോകുന്നവരോ അല്ല. നമ്മെ കർത്താവ് വിളിച്ചതാ. സഭയിലെ എല്ലാവരെയും നോക്കാനല്ല നമ്മെ വിളിച്ചത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കാനാണ്. അപ്പോൾ ആ നിത്യജീവൻ പിതാവിനെയും പുത്രനെയും അറിയുന്നതിലൂടെ നമുക്ക് കൂടുതൽ പ്രാപിക്കാൻ കഴിയും. 4-ാമത്തെ വാക്യം യേശു പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഒത്തിരി പേർക്ക് ഇത് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയാതെ പോകുന്നത് വലിയ അപകടമാണ്. യേശു പറഞ്ഞു, പൗലോസ് അത് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇവിടെ യേശു പറയുകയാണ്, പിതാവേ നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. കർത്താവേ നീ എനിക്ക് തന്ന പ്രവൃത്തികൾ നീ തികച്ചു എന്നല്ല, ഞാൻ തികച്ചിരിക്കുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ച പല കാര്യങ്ങളും
ദൈവമല്ല അത് ചെയ്യുന്നത്. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മിലുള്ള ദൈവകൃപ നമ്മിലിരുന്ന് അധ്വാനിക്കും. നമുക്കതിനുള്ള തീഷ്ണതയുണ്ടാകും. PG വർഗീസ് എന്ന ദൈവപുരുഷൻ, അദ്ദേഹത്തിന് 84 വയസ്സായി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഇപ്പോൾ ഒരു യാത്രയുടെ തിരക്കിലാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ വിശ്രമം എന്ന ഒരു വാക്ക് ഉപയോഗിച്ച് വീട്ടിലിരിക്കാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചാരുകസേരയിലിരുന്ന് എന്ത് വേണമെങ്കിലും ചെയ്താലും ചോദിക്കാൻ ആരുമില്ല. അദ്ദേഹത്തിന് വിശ്രമമെടുക്കാം. എന്നാൽ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം, എൻ്റെ വേല തീർന്നില്ല. ചിലർ 60 വയസ്സിലൊക്കെ വേല തീർക്കാറുണ്ട്, നല്ല കാര്യം. എന്നാൽ PG വർഗീസ് അങ്കിൾ പറയുന്നത് എൻ്റെ വേല തീർന്നിട്ടില്ല. എൻ്റെ ആത്മീയ പിതാവായ പാസ്റ്റർ ഇതുവരെ വേല തികച്ചിട്ടില്ല, വീണ്ടും യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അനവധിയുണ്ട്. അപ്പോൾ ദൈവം ചെയ്യാൻ ഏൽപ്പിച്ച വേല തീർക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലം. ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു വേല ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലരെ ദൈവം സഭയുടെ ബിസിനസ്സുകാരായിട്ട് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. സഭയിൽ ഒത്തിരി ബിസിനസ്സുകാരുണ്ടെങ്കിലും സഭയ്ക്ക് ഒരു ബിസിനസ്സുകാരൻ, സഭയുടെ ഒരു ബിസിനസ്സുകാരി. എന്തിനാണ്? സഭയുടെ സാമ്പത്തിക വിഷയങ്ങളൊക്കെ മുന്നിൽ നിന്ന് ചെയ്യാൻ. അങ്ങനെ സഭയ്ക്ക് വേണ്ടി ചിലരെ ബിസിനസ്സുകാരായിട്ട് എഴുന്നേൽപ്പിക്കും. ആരാണ് അങ്ങനെയുള്ളവർ? തകർന്ന് തരിപ്പണമായി, ഒരു ഗതിയില്ല, പരഗതിയില്ല, മരണം മാത്രം മുമ്പിലായിട്ട് വരുന്നവരാ. അവർ സഭയിൽ വരും, കർത്താവ് അവർക്ക് വഴികൾ തുറക്കും. എന്തിനാണ്? ദൈവസഭയ്ക്ക് അങ്ങനെയുള്ളവർ വേണം. ദാവീദിൻ്റെ അടുക്കൽ കടമുള്ളവരും ഞെരുക്കമുള്ളവരും സന്തുഷ്ടിയില്ലാത്തവരും കടന്നു വന്നു. അവൻ അവർക്ക് തലവനായി. പിന്നീട് നമ്മൾ വായിക്കുന്നു, ഇവരെല്ലാം ദാവീദിൻ്റെ രാജ്യത്തിലെ ഉന്നതന്മാരായി മാറി. അവർ സ്വാർത്ഥരായി മാറിയില്ല. ദാവീദിൻ്റെ കൂടെ എല്ലാ യുദ്ധത്തിനും അവർ കൂടെ നിന്നു. അപ്പോൾ ദൈവസഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സുകാർ വേണം. ദൈവസഭയിൽ ഉന്നത ജോലിക്കാർ വേണം. ദൈവസഭയിൽ വളരെ വിദ്യാഭ്യാസ സമ്പന്നർ വേണം. പല ഭാഷക്കാർ വേണം. ദൈവസഭ എന്ന് പറയുമ്പോൾ അത് പാതാള ഗോപുരം ജയിക്കാത്ത ഒരു സഭയായിരിക്കണം. ആ സഭയെ ബലപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്നിത് കേൾക്കുന്ന ആരെങ്കിലും സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, നീ എനിക്കൊരു സാമ്പത്തിക വഴി തുറന്നു തന്നാൽ ഞാൻ ആ സാമ്പത്തിക വഴിയിലൂടെ എൻ്റെ കാര്യം മാത്രമല്ല ദൈവസഭയുടെ കാര്യത്തിൽ ഞാൻ മുന്നിൽ നിൽക്കുമെന്ന് ഒരു പ്രതിജ്ഞ എടുക്കാമോ? ദൈവസഭയ്ക്ക് ബിസിനസ്സുകാരെ വേണം. ദൈവരാജ്യം പണിയുവാൻ വലിയ സമ്പന്നരെ ആവശ്യമാണ്. അതുപോലെ വിദ്യാസമ്പന്നരെ ആവശ്യമാണ്. വലിയ താലന്തുകളുള്ളവരെ ആവശ്യമാണ്. ലോകത്തിന് വേണ്ടി പാടിയിരുന്ന പലരും യേശുവിന് വേണ്ടി പാടി. പാസ്റ്റർ ടിജോ തോമസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗ്രേസ് ഫാമിലിയിലെ ഒരു ജിജിൻ ഫ്ലൂട്ട് എന്ന മനോഹരമായ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. യേശുദാസിന് വേണ്ടിയും ചിത്രയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയൊക്കെ പാട്ടിൻ്റെ പിന്നണിയിൽ സംഗീതത്തിൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുവിന് വേണ്ടി മാത്രം ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ചു. കഴിഞ്ഞ വർഷം താൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ദൈവത്തിന് വേണ്ടി നന്നായി അദ്ദേഹം അത് വീണകൾ മീട്ടി. ദൈവത്തിന് വേണ്ടി നന്നായി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവനും ഉപയോഗിച്ചു. അപ്പോൾ ലോകത്തിൽ നിന്ന് പലരെയും ദൈവം ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവരാജ്യത്തിൽ വളരെ 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 ഫലം കായ്ക്കാനാണ്. അപ്പോൾ ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ കർത്താവേ, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ കഴിവുകൾ എല്ലാം നിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ ചെലവാക്കാൻ ആഗ്രഹിക്കുന്നു. എത്രയോ കഴിവുകളുള്ളവർ ദൈവസഭയുടെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. ഭയങ്കര കഴിവാണ്, എന്നാൽ ദൈവരാജ്യത്തിന് ഒരു പ്രയോജനവും ഒരു മനഃപൂർവ്വം ചെയ്യില്ല. ഇവിടെ നമ്മൾ വായിച്ച 4-ാം വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ദൈവം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ തന്നിട്ടുണ്ട്, അത് നമ്മൾ പൂർത്തിയാക്കണം. പ്രാർത്ഥന, അത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ചിലരെ ദൈവമാക്കും, ചിലരെ പ്രസംഗിക്കാനാക്കും, ചിലരെ സുവിശേഷകരായിട്ടാക്കും. പല രീതിയിലാണ്.
അപ്പോസ്തലന്മാരുടെ ജോലി സഭകൾ സ്ഥാപിക്കുക, ഓരോ പ്രവൃത്തികളാണ്. പ്രവാചകന്മാർ അവർ പ്രവചിക്കുകയാണ്, ഉപദേഷ്ടാക്കന്മാർ പഠിപ്പിക്കുകയാണ്. സൺഡേ ക്ലാസ് കുട്ടികളെ ഒരു കുട്ടിയുള്ളൂ, ആ കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലും അതൊരു പ്രവൃത്തിയാണ്. ദൈവത്തിന് വേണ്ടി ഈ വർഷം നിങ്ങളുടെ ഭാഗം എന്താണെന്ന് കണ്ടുപിടിച്ച് ചെയ്യണം. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വസ്ഥത. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനം പറയും, ഞാൻ ഒന്നും ചെയ്തില്ല. കുറ്റബോധത്തോടെ കണ്ണടക്കാൻ ഇടയാകരുത്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം ദൈവം എനിക്കായി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങളും ഞാനും പറയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനം യേശുവിൻ്റെ നാമത്തിൽ അതുണ്ടാകട്ടെ. അങ്ങനെ പറയാനായിട്ട് ദൈവം നമുക്ക് കൃപ തരട്ടെ. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ ദൈവസഭയ്ക്ക് വേണ്ടി നിന്നവരാണ് ഇന്ന് കാണുന്ന വളരെ ശക്തന്മാരായ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരും അവരുടെ കുടുംബങ്ങളും. പലരും പൂർണ്ണ സമയം ദൈവവേലക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ ബിസിനസ്സുകാരായിരുന്നു. എനിക്കറിയാവുന്ന പല ദൈവദാസന്മാരും കോടികളുടെ ബിസിനസ് ചെയ്യുന്നവരാണ്. 1 രൂപ പോലും ദൈവസഭയിൽ നിന്ന് എടുക്കാതെ കിട്ടുന്ന പൈസയുടെ നല്ല പങ്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവാക്കി സുവിശേഷ വേല ചെയ്യുകയാണ്. അവർ പൂർണ്ണ സമയം എന്നെ പോലെ ഇറങ്ങിയവരല്ല. എന്നിട്ടും അവർ എന്നേക്കാൾ അധികം കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മെ എന്തിലൂടെ വിളിച്ചിരിക്കുന്നോ ആ ഭാഗത്ത് നന്നായിട്ട് വിശ്വസ്തയോടെ നിന്നാൽ മതി. അല്പത്തിൽ വിശ്വസ്തരാണോ കർത്താവ് നമ്മെ അധികത്തിലും വിചാരകരാക്കും. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യം എന്താണോ അത് നന്നായി ചെയ്യണം. ചിലപ്പോൾ ചർച്ചിൽ വന്ന് ഒരു മീറ്റിങ്ങിൽ ഇരിക്കാനായിരിക്കും. ആരംഭ സമയത്ത് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടല്ലേ, ഒന്ന് സ്തുതിക്കുന്നത് കൊണ്ടല്ലേ ആ മീറ്റിംഗ് ഭംഗിയായി പോകുന്നത്. അങ്ങനെ 10-100 പേര് വരുമ്പോഴാണ് ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകുന്നത്. പൗലോസിനെ പോലെ ആ വിറകിൽ ഒരു വിറക് തൻ്റെ വകയും കൂടി ഇടാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് അണലി കടിച്ചത്. അനങ്ങാതെ നിന്നാൽ മതി, കാരണം കയ്യിൽ ചങ്ങലയൊക്കെയുള്ള ആളല്ലേ. ഒരു വിറക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ ആ വലിയ തണുപ്പിൽ എൻ്റെയും കൂടി വിറക് വീണാൽ കുറച്ചുകൂടി തീ ആളി കത്തുമില്ലേ. അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമാകാൻ നമ്മളാൽ കഴിയാവുന്നത് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ യേശു കൃപ തരട്ടെ. നമുക്ക് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ മക്കൾ ഈ വർഷം ദൈവവേലയുടെ കാര്യത്തിൽ വളരെ ഉത്സാഹമുള്ളവരും വളരെ ഉണർവുള്ളവരുമാകട്ടെ. കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി വളരെ തീഷ്ണതയുള്ളവരായി തീരുവാൻ ഈ വചനങ്ങൾ ഇവർക്ക് പ്രയോജനമാകട്ടെ. പിതാവേ, നീ എനിക്ക് തന്ന വേല തികച്ചു എന്ന് ജീവിതത്തിൻ്റെ ഒടുവിൽ പറയത്തക്ക രീതിയിലുള്ളൊരു പ്രാഗൽഭ്യമുണ്ടാകട്ടെ. ദൈവവേല ചെയ്യുന്നവർക്കെതിരെ വരുന്ന എല്ലാ കടക്കണികളും വിട്ടുമാറട്ടെ, എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ, എല്ലാ നിന്ദകളെയും അതിജീവിക്കാനുള്ള ശേഷി അവർക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാകട്ടെ. എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ അവർ മാനിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. വലിയ അത്ഭുതങ്ങളെ നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ വേലയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.